BVR ക്യാപ്പബിലിറ്റിയിൽ പാകിസ്ഥാനെ മറ്റാർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് പാകിസ്ഥാൻ സോഷ്യൽ മീഡിയയിൽ പ്രൊപ്പഗണ്ട ന്യൂസ് പടർത്തുന്ന സമയം അടുത്തിടെ പുറത്തുവന്ന ഒരു റിപ്പോർട്ടിലൂടെ മനസ്സിലാകുന്നത് ഇന്ത്യയുടെ പക്കൽ 2000-ലധികം എയർ ടു എയർ മിസൈൽസ് ഉണ്ട്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം പുറത്തുവിട്ടു. ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ അറിയാൻ പോകുന്നത് ആ റിപ്പോർട്ട് അനുസരിച്ച് എത്ര മിസൈലുകൾ ഇന്ത്യയുടെ പക്കൽ ഉണ്ട്, അത് ഏതൊക്കെ തരം മിസൈലാണ്, ഓരോന്നിന്റെയും കഴിവുകൾ എന്തെല്ലാം, അതിൽ ഇന്ത്യൻ നിർമ്മിതി എത്രയാണ്, എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആദ്യം ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എന്നത് ഒരു തരത്തിലുള്ള കോമ്പാക്റ്റ് ആണ്. ഈ കോമ്പാക്റ്റിൽ നമ്മൾ ഒരു മിസൈൽ അയക്കുകയാണെങ്കിൽ ആ മിസൈൽ ശത്രുവിന്റെ യുദ്ധവിമാനത്തെ വിഷ്വൽ റേഞ്ചിനുള്ളിൽ അല്ലാതെ ഒരു 200 കിലോമീറ്റർ അകലെയുള്ള ടാർഗറ്റിനെ ശൂന്യമാക്കി കാണിക്കണം. ഇതാണ് ബിയോണ്ട് വിഷ്വൽ റേഞ്ച്. ഈ ഒരു കഴിവ് ബാലക്കോട്ട് സ്ട്രൈക്കിന് മുൻപ് ഇന്ത്യയുടെ പക്കൽ ഒരല്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പാകിസ്ഥാനുമായി കമ്പയർ ചെയ്യുമ്പോൾ. എന്നാൽ 2019 ശേഷം ഇന്ത്യ ബിയോണ്ട് വിഷ്വൽ റേഞ്ചിൽ കൊടി കെട്ടി പറക്കാൻ തുടങ്ങി. അതിന്റെ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ നിലവിൽ IAS ഇൻവെന്ററിയിൽ ഏകദേശം 2000-ലധികം BVR ക്യാപ്പബിൾ മിസൈൽസ് ഉണ്ട്. ഈ 2000 മിസൈലുകളിൽ ടോപ്പിലുള്ളത് തീർച്ചയായും നമ്മുടെ മീറ്റിയോർ മിസൈൽസ് ആണ്. 200 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. ഈ BVR 36 റഫേൽ യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് വാങ്ങിയത്. റഫേൽ ഒഴികെ നമ്മുടെ മിറാഷ് പോലുള്ള യുദ്ധവിമാനങ്ങളിൽ അല്ലെങ്കിൽ സുഖോയ് Su-30സിലോ ഈ ഒരു പ്രത്യേക മിസൈലിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. കൂടാതെ ഫ്രഞ്ച് കമ്പനികളുടെ പക്കൽ നമ്മൾ ഒരുപാട് റിക്വസ്റ്റ് കൊടുത്തു, എങ്ങനെയെങ്കിലും സുഖോയ് Su-30 അല്ലെങ്കിൽ നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങളിലും ഇത് ഇൻഡക്ട് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ. പക്ഷെ ഫ്രഞ്ച് അതിന് സാധിക്കില്ല എന്ന് തന്നെ പറഞ്ഞു. പകരം അവർ ഒരു ഓപ്ഷൻ നൽകി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മീറ്റിയോറിൽ റഷ്യൻ റേഡാർസ് കൂടാതെ ഇസ്രായേലി ഫയർ കൺട്രോൾ റേഡാർ ഇവ ഇൻഡക്ട് ചെയ്യുന്നതിൽ മാത്രമേ ഞങ്ങൾക്കൊരു പ്രശ്നമുള്ളൂ. പകരം നിങ്ങൾക്ക് ഇൻഡിജിനസ് ആയി റേഡാർസ് നിർമ്മിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യുദ്ധവിമാനത്തിൽ ഇൻഡക്ട് ചെയ്യാം എന്നും അവർ പറഞ്ഞു. ഇങ്ങനെ ഫ്രഞ്ച് എഞ്ചിനീയേഴ്സ് നമുക്കൊരു ഓപ്ഷനായിരുന്നു നൽകിയിരുന്നു. അപ്പോൾ അതനുസരിച്ച് ആഭ്യന്തരമായി നമ്മൾ വിരുപക്ഷ റേഡാർ നിർമ്മിച്ചു. കൂടാതെ ഇസ്രായേലി റേഡാറുകളെ മാറ്റിയിട്ട് ആഭ്യന്തരമായി തന്നെ നിർമ്മിച്ച ഉത്തം AESA റേഡാർ ഇവ നമ്മുടെ തേജസിൽ നമ്മൾ ഇൻഡക്ട് ചെയ്യാനുള്ള പണികളെല്ലാം ചെയ്യുന്നു. അപ്പോൾ മീറ്റിയോർ എന്നത് 200 കിലോമീറ്റർ പരിധിയുള്ള ഒരു BVR. ഈ BVR നിലവിൽ നമ്മുടെ 36 റഫേൽ യുദ്ധവിമാനങ്ങളിൽ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതൊഴികെ മറ്റ് യാതൊരു യുദ്ധവിമാനങ്ങളിലും നമുക്കത് ഉപയോഗിക്കാനും പാടില്ല. ഇപ്പോ ഇതിൽ ഒരു 250. അടുത്ത നമ്മുടെ സുഖോയ് Su-30. ഈ യുദ്ധവിമാനമാണ് IFന്റെ ബാക്ക് ബോൺ. ഇതിനു വേണ്ടി ഇയർലി 2000s ഈ യുദ്ധവിമാനം ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ കൂടെ R-77 ഓർഡർ ചെയ്തു. R-77ൽ 2 വകഭേദമുണ്ട്. ഒന്നിന്റെ റേഞ്ച് 80 കിലോമീറ്റർ. അടുത്ത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേരിയന്റ് റിലീസ് ചെയ്തു, വേംപെൽ മിസൈൽ. ഇതിന്റെ റേഞ്ച് 110 കിലോമീറ്റർ. ഇപ്പോൾ 80 റേഞ്ചുള്ള R-77 ഇന്ത്യയിൽ എത്രയുണ്ടെന്ന് നോക്കിയാൽ ഏകദേശം ഒരു 1000 ഉണ്ടാകുമെന്നും പറയുന്നു. എന്നാൽ ഈ 1000 എണ്ണത്തിൽ പല മിസൈലുകൾ പ്രയോജനക്ഷമത കാരണം നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ നിലവിലുള്ള നമ്പേഴ്സ് ഏകദേശം ഒരു 500 മുതൽ 600 മിസൈൽസ് ആണ്. ഇനി 500 മിസൈൽ എന്ന് തന്നെ വയ്ക്കാം. അടുത്തത് 2019 ശേഷം ബാലക്കോട്ട് സ്ട്രൈക്കിൽ നമ്മൾ BVR ക്യാപ്പബിലിറ്റിയിൽ എത്രത്തോളം ലാഗായി എന്ന് എല്ലാവർക്കും അറിയാം. അതിനാൽ പെട്ടെന്ന് തന്നെ റഷ്യൻസിന്റെ പക്കൽ നിന്നും R-77 മീഡിയം റേഞ്ച് മിസൈൽ ഇതിന്റെ അഡ്വാൻസ്ഡ് വേരിയന്റ് ആയ വേംപെൽ നമ്മൾ വാങ്ങുന്നു. അത് ഏകദേശം 400 എണ്ണം വാങ്ങി. കൂടെ തന്നെ R-73 ഷോർട്ട് വേരിയന്റ് വാങ്ങുന്നു. അത് ഏകദേശം 300 എണ്ണം വാങ്ങി. ഇങ്ങനെ മൊത്തം 700 എയർ ടു എയർ മിസൈൽസ് 2019 ശേഷം നമ്മൾ ഓർഡർ ചെയ്തു. അതിൽ R-77ന്റെ അഡ്വാൻസ്ഡ് വേരിയന്റ്, R-73യുടെ ഷോർട്ട് റേഞ്ച് വേരിയന്റും ഉണ്ട്. ഇപ്പോ ഈ മീറ്റിയോറിന്റെ കണക്കും R-77 R-73യുടെ കണക്കും എടുത്തു നോക്കിയാൽ ഏകദേശം 1500 മിസൈലുകൾ വരുന്നുണ്ട്. ഇത് കൂടാതെ വീണ്ടും പല മിസൈലുകൾ ഉണ്ട്. അടുത്തത് ആസ്ട്ര മാർക്ക് 1 മിസൈൽസ് ആണ്. ആസ്ട്രയെ സംബന്ധിച്ചിടത്തോളം ഒരു ടെസ്റ്റിംഗ് ഫേസ് എല്ലാം അവസാനിച്ച് ഇൻഡക്ഷനും അവസാനിച്ചു. ഇപ്പോൾ നമ്മൾ ഇത് സുഖോയ് യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഭാവിയിൽ ഈ ആസ്ട്ര മിസൈൽസ് നമ്മുടെ റഫേൽ വിമാനത്തിലും ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ ഇപ്പോഴത്തേക്ക് നിലവിൽ ഇൻഡക്ഷൻ അവസാനിച്ചിട്ടില്ല. വീണ്ടും അതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രഞ്ച് ശാസ്ത്രജ്ഞന്മാരുമായി. കാരണം അവർ നമുക്ക് സോഴ്സ് കോഡ് നൽകിയാൽ മാത്രമേ റഫേൽ യുദ്ധവിമാനത്തിൽ നമുക്ക് ഈ മിസൈൽസ് ഇൻഡക്ട് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ആസ്ട്ര മാർക്ക് 1 ഏകദേശം 400 എണ്ണം ഉണ്ട്. ഇതിനകം തന്നെ ഇന്ത്യൻ വ്യോമസേന ആസ്ട്ര മാർക്ക് 1 ഇന്ത്യയിലുള്ള സുഖോയ് യുദ്ധവിമാനങ്ങളിൽ ഇൻഡക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ആസ്ട്ര മാർക്ക് 1 മാർക്ക് 2 കഴിഞ്ഞു. അടുത്തത് മിക്ക എന്ന എയർ ടു എയർ മിസൈൽസ് ആണ്. MICA ഈ പ്രത്യേക മിസൈൽ ഷോർട്ട് റേഞ്ച് മിസൈൽ ആണ്. എന്നാൽ ഷോർട്ട് റേഞ്ച് കാറ്റഗറിയിലും ചേർക്കാൻ സാധിക്കില്ല, അതുപോലെ തന്നെ മീഡിയം റേഞ്ച് കാറ്റഗറിയിലും ചേർക്കാൻ സാധിക്കില്ല. കാരണം അതിന്റെ റേഞ്ച് 60 കിലോമീറ്റർ ആണ്. ഷോർട്ട് റേഞ്ച് എന്ന് പറഞ്ഞാൽ 30 ആയിരിക്കും, മീഡിയം റേഞ്ച് എന്ന് പറഞ്ഞാൽ 80-ന് മുകളിലായിരിക്കും. പക്ഷെ ഇതിന്റെ റേഞ്ച് 60 കിലോമീറ്റർ ആണ്. അപ്പോ ഇത്തരമൊരു മിക്ക എന്ന മിസൈൽ നമ്മൾ നമ്മുടെ മിറാഷ് 2000 യുദ്ധവിമാനങ്ങളിലും
റഫേലിലും ഇൻഡക്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 യുദ്ധവിമാനങ്ങളല്ലാതെ മറ്റ് യാതൊരു യുദ്ധവിമാനങ്ങളിലും ഈ മിസൈലുകൾ ഇൻഡക്ട് ചെയ്യാനും കഴിയില്ല. അതായത് ഈ ഫ്രഞ്ചുകാർ അവരുടെ മിസൈൽസ് അവരുടെ വിമാനത്തിൽ മാത്രം ഇൻഡക്ട് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കും. മറ്റ് യാതൊരു വിമാനത്തിലും ഇൻഡക്ട് ചെയ്യാനും സമ്മതിക്കില്ല. എന്നാൽ ഇസ്രായേൽസ് അങ്ങനെയല്ല. ഇസ്രായേലിന്റെ ഡെർബി മിസൈൽസ് അതുകൂടാതെ അവരുടെ പൈത്തോൺ മിസൈൽസും നമ്മുടെ എല്ലാ യുദ്ധവിമാനങ്ങളിലും ഇൻഡക്ട് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ഡെർബി പൈത്തോൺസ് ഇത് സുഖോയ് Su-30 യുദ്ധവിമാനങ്ങളിൽ ഇൻഡക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ MiG-29 UPG എന്ന വിമാനത്തിലും ഇൻഡക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് റേഞ്ച്, മീഡിയം റേഞ്ച്, ലോങ് റേഞ്ച് ഈ മൂന്നിനും നമ്മുടെ പക്കൽ ആവശ്യത്തിന് സ്റ്റോക്സ് ഉണ്ട്. ലോങ് റേഞ്ച് എന്ന് പറയുമ്പോൾ പലരും പറയുന്നത് 300 കിലോമീറ്ററിലധികം പോയാൽ മാത്രമേ ലോങ് റേഞ്ച് ആവുകയുള്ളൂ, 200 ഒന്നും ലോങ് റേഞ്ച് അല്ല എന്നൊക്കെ പറയും. എന്നാൽ സത്യം എന്താണെന്ന് നോക്കിയാൽ കോമ്പാക്റ്റിൽ 200 കിലോമീറ്ററിലധികമുള്ള ഒരു ടാർഗറ്റിനെ നിങ്ങൾക്ക് നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ ടാർഗറ്റ് സ്ലോ മൂവിംഗ് ടാർഗറ്റ് ആയിരിക്കണം. ഉദാഹരണത്തിന് AWACS അല്ലെങ്കിൽ ഏരിയൽ റിഫ്യൂലിംഗ് ടാങ്കേഴ്സ്. അതൊഴികെ ഏതൊരു ടാർഗറ്റിനെയും നിങ്ങൾക്ക് 300 കിലോമീറ്റർ മാറി ആക്രമിക്കാൻ കഴിയില്ല. ഇനി നിങ്ങൾക്ക് 300 കിലോമീറ്റർ റേഞ്ചിലുള്ള ഒരു മിസൈൽ ഉണ്ടെങ്കിൽ പോലും ആ ടാർഗറ്റ് 200 കിലോമീറ്റർ അല്ലെങ്കിൽ 150 കിലോമീറ്റർ അടുത്തുള്ളപ്പോൾ ഈ മിസൈൽ ഉപയോഗിച്ച് ഫയർ ചെയ്താൽ മാത്രമേ ആ മിസൈൽ അതിന്റെ എനർജി ബ്ലീഡ് ആകുന്നതിനുള്ളിൽ തന്നെ ടാർഗറ്റിൽ ചെന്ന് പതിക്കുകയുള്ളൂ. നിങ്ങൾ 300 കിലോമീറ്റർ മാറിയുള്ള ഒരു ടാർഗറ്റിനെ 300 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു മിസൈൽ ഉപയോഗിച്ച് ആക്രമിക്കാനായി വിക്ഷേപിക്കുമ്പോൾ ആ മിസൈൽ ആ 300 കിലോമീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതിനുള്ളിൽ തന്നെ ആ ടാർഗറ്റ് 450 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകും. അതുകൊണ്ടാണ് 300 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈൽസിനെ എല്ലാം നമ്മൾ അവസാനം വെച്ചിട്ടുള്ളത്. ആദ്യത്തെ ഫോക്കസ് ഷോർട്ട് റേഞ്ച് ആയിരിക്കും, രണ്ടാമത്തെ ഫോക്കസ് മീഡിയം റേഞ്ച് ആയിരിക്കും. കാരണം ബിയോണ്ട് വിഷ്വൽ റേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം കൂടുതലായും എൻകൗണ്ടേഴ്സ് സംഭവിക്കുന്നത് 60 മുതൽ 100 കിലോമീറ്ററിനുള്ളിലാണ് സംഭവിക്കുക. 150, 200 ഒക്കെ തന്നെ വളരെ റെയർ കേസിലാണ് സംഭവിക്കുക. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നമുക്ക് അതൊക്കെ കാണാൻ സാധിക്കും. 60 to 80 ആണ് കൂടുതലായും സംഭവിക്കുന്ന കേസുകൾ. അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും ഈ 60 to 80 കിലോമീറ്റർ റേഞ്ചിലുള്ള റിലയബിൾ ആയ എയർ ടു എയർ മിസൈൽസ് എങ്ങനെയെങ്കിലും നിർമ്മിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത്. അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈൽസിന്റെ സ്റ്റോക്ക് പൈൽ മാത്രം ഏകദേശം R-73 മിക, അതിനുശേഷം നമ്മുടെ ഇസ്രായേൽ പൈത്തോൺ, ഡെർബി ഇങ്ങനെയുള്ള മിസൈൽസ് എല്ലാം ഉണ്ട്. മീഡിയം റേഞ്ച് എടുക്കുകയാണെങ്കിൽ ആസ്ട്ര മാർക്ക് 1, R-77, R-77ന്റെ ലേറ്റസ്റ്റ് വേരിയന്റ് മീറ്റിയോർ, ഇങ്ങനെ ലിസ്റ്റ് വലുതായി പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് പൈൽസ് എല്ലാം നമ്മൾ ലിസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം 1550ഓളം വരുന്നുണ്ട്. ഇത് ഒഫീഷ്യൽ നമ്പേഴ്സ് ആണ്. പക്ഷെ ഇതിലും ഒരുപാട് കാര്യങ്ങൾ പബ്ലിക്കായി സംസാരിക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് മികയുടെ നമ്പേഴ്സ് എത്രയാണ് എന്ന് ഇപ്പോൾ വരെയും അൺഡിസ്ക്ലോസ്ഡ് ആണ്. എത്ര എണ്ണം നമ്മൾ വാങ്ങിയിട്ടുണ്ട്, അതിൽ എത്ര ഓപ്പറേഷനിലാണ് ഒന്നും അറിയില്ല. പൈത്തോൺ, ഡെർബി ഈ മിസൈലുകൾ രണ്ടും തേജസ് മാർക്ക് 1 യുദ്ധവിമാനത്തിൽ പരീക്ഷിച്ചിട്ടുണ്ട് എന്നറിയാം. മീക ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഇനി ഇവ രണ്ടിലും എത്ര മിസൈൽസുകളാണ് ഉള്ളത് എന്ന് നമുക്കറിയില്ല. ഈ മീക ഷോർട്ട് റേഞ്ച് നമ്മൾ റഫേലിലും ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ മിറാഷ് 2000 ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇതും നമ്മുടെ പക്കൽ എത്രയുണ്ട് എന്നറിയില്ല. അപ്പോൾ ഒഫീഷ്യൽ റെക്കോർഡ് അനുസരിച്ച് ഏകദേശം ഒരു 2000 മിസൈൽസ് നമ്മുടെ പക്കൽ ഉണ്ട് എന്ന് ഇന്ത്യൻ വ്യോമസേന തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ അൺഒഫീഷ്യലായി ഇന്ത്യയുടെ പക്കൽ എത്ര എയർ ടു എയർ മിസൈലുകൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാത്തൊരു കാര്യമാണ്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മാത്രമേ അതറിയൂ. കൂടാതെ അവസാനമായി നമ്മൾ അറിയേണ്ടത് R-77ൽ ഒരുപാട് വേരിയൻസ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അതിന്റെ സർവീസബിലിറ്റിയിൽ പ്രശ്നമുണ്ട്. കൂടാതെ അതിനേക്കാൾ റിലയബിൾ ആയ എയർ ടു എയർ മിസൈൽസ് വന്നു എന്നുള്ളതും നമുക്കറിയാം. അതായത് early 2000s നമ്മൾ ഓർഡർ ചെയ്ത 80 കിലോമീറ്റർ റേഞ്ച് ഉള്ള R-77 എയർ ടു എയർ മിസൈൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മിസൈലുകളെ എടുത്ത് തറയിൽ നിന്നും ലോഞ്ച് ചെയ്യുന്നത് പോലെ ഇന്ത്യൻ വ്യോമസേന മോഡിഫൈ ചെയ്തു. അതിന്റെ പേര് സമ്മർ എയർ ഡിഫൻസ് സിസ്റ്റം. അത് പിന്നീട് ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാക്കി മാറ്റി. അതായത് എക്സസ് ആയിട്ടുള്ള സ്റ്റോക്ക് പെയിൽസ് എല്ലാം ഈ ഒരു രീതിയിലേക്ക് മാറ്റി. കാരണം എയർ ടു എയറിന് നമുക്ക് അത് എപ്പോഴും ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിന് പകരം സർഫസ് ടു എയർ ആയി ഉപയോഗിക്കാം എന്ന് കരുതി ഇന്ത്യൻ വ്യോമസേന അങ്ങനെ ഒരു പദ്ധതിയിലും ഇറങ്ങി. അപ്പോൾ അവസാനത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആവശ്യത്തിന് ഇന്ത്യയുടെ പക്കൽ എയർ ടു എയറിൽ സ്റ്റോക്ക് പൈൽ ഉള്ള കാരണം കൊണ്ടാണ് സ്റ്റോക്ക് പൈൽസിലുള്ള എയർ ടു എയർ മിസൈൽസ് എടുത്ത് സർഫസ് ടു എയർ ആക്കി മാറ്റുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഇന്ത്യയുടെ എയർ ടു എയർ ക്യാപ്പബിലിറ്റിയിൽ എത്രത്തോളം സ്റ്റോക്ക് പൈൽ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം, ഇവയെല്ലാം പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാസ് ആണ്. അതായത് ഇന്ത്യൻ വ്യോമസേന ഇതിന് മുൻപ് തന്നെ നമ്മുടെ പ്രസ് ആൻഡ് മീഡിയ ഔട്ട്ലെറ്റ്സിന് വാർത്തകളായി പുറത്തുവിട്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. ഇത് ഏതൊരു രീതിയിലും സൈനിക രഹസ്യമല്ല. ഇത് പറയുന്നത് കാരണം ഇന്ത്യൻ സൈന്യത്തിന് യാതൊരു രീതിയിലും പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.